വെള്ളിച്ചങ്ങല കെട്ടിയ നല്ലതി തുള്ളി തുള്ളിപ്പായുന്നേ, കള്ളി പറഞ്ഞും കവിളും മുത്തി പുള്ളിപ്പൂ അകലുമ്പോൾ വിടരുമ്പോൾ ഈജിപ്തിലെ പെണ്ണ് പറയുന്നു, ഉലക സുന്ദരി ഞങ്ങളാണെന്ന്. വിരിമാറിൽ മലരമ്പിളി കൂത്ത മുന കൊണ്ട് വികാരപ്പൂ അവൾ കുത്തിക്കീറുന്നു, വികാരപ്പൂ അവൾ കുത്തിക്കീറുന്നു. നെയിൽ നദി പുളഞ്ഞ് പാഞ്ഞ് കളിക്കണ നഫീസത്ത് ബിവിയുടെ നാട്ടിലെ കിസ പറഞ്ഞിടട്ടെ പൊന്ന് വിളയുന്ന മിശ്രന്ന നാട്ടിലുള്ള വീട്ടിലെ, മിശ്രന്ന നാട്ടിലുള്ള വീട്ടിലെ. ഇദാ അറാദല്ലാഹു ബിഹബദിൻ ഖൈറൻ ഹജ്ജനഹു കുബ്ബതഹു ഫിദ്ദുനിയ. ഇദാ അറാദല്ലാഹു ബിഹബദിൻ ഖൈറൻ ഹജ്ജനഹു കുബ്ബതഹു ഫിദ്ദുനിയ. അതായത് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഒരു തെറ്റ് ചെയ്താൽ അവർക്ക് ഭൂമിയിൽ തന്നെ ശിക്ഷ കൊടുക്കും. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. വെറുതെ ഇരിക്കുക, ഉച്ച സമയമല്ലേ, ആരുമില്ല, അങ്ങനെ വെറുതെ ഒരു പാട്ടെല്ലാം പാടാന്ന് വിചാരിച്ചു. പാട്ടിന് മൊഞ്ചുണ്ടായിട്ടൊന്നല്ല, പഴയ പാട്ടുകളെ മൊഞ്ചുകൊണ്ടങ്ങനെ പാടിപ്പോന്നിയ. ഉത്തുമു ഹസനാത്തിക്കും കമാ മുനാത്തിക്കും സയ്യിഹാത്തിക്കും. നിങ്ങളുടെ തെറ്റുകൾ മറച്ചു വെക്കുന്നത് പോലെ നിങ്ങളുടെ ഹസനാത്തും നിങ്ങൾ മറച്ചു വെക്കണമെന്ന്. നമ്മളെ തെറ്റുകൾ മറച്ചു വെക്കുന്നില്ലേ, അതേപോലെ നമ്മൾ ചെയ്യുന്ന എന്തെങ്കിലും നന്മകളും മറച്ചു വെക്കണമെന്ന്. എന്ത് മൊഞ്ചാ പാട്ടിനല്ലേ. നൈൽ നദി പുളഞ്ഞ് പാഞ്ഞ് നടക്കുന്ന മിസ്രെന്ന നാട്ടിലുള്ള എന്ത് മൊഞ്ചാ. പാടാൻ കഴിഞ്ഞാൽ പാട്, നല്ല രസമാണ്. ഒരു തമാശ പറയാമെന്ന് വിചാരിച്ചു വന്നതാ. അതായത് ഒരു പ്രാവശ്യം ഒരാൾ 10 പോത്തിനെയും തള്ളിയിട്ട് കർണാടകത്തിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുക. അങ്ങനെ നമ്മളെ കൂട്ടുപുഴക്കയില്ലേ, കൂട്ടുപുഴ എന്നാ തോന്നുന്നു, അവിടെ എത്തിയപ്പോൾ ഒരു ഹോട്ടലിൽ കയറി അയാൾ. അപ്പോൾ വല്ലാതെ വിഷമം കണ്ടപ്പോൾ, അയാളെ വിഷമം കണ്ടപ്പം അത് മുതലാളി ചോദിച്ച്, എന്നാൽ ഇപ്പോൾ ഇത്ര വലിയ വിഷമം എന്ന് പറഞ്ഞാൽ അടിച്ചിട്ടും തള്ളിയിട്ടും എന്ത് ചെയ്തിട്ട് ഇപ്പോൾ പോത്തുകൾ നടക്കുന്നേ ഇല്ല. അപ്പോൾ അവിടെ മുതലാളി എന്ത് ചെയ്ത്, നേരെ കിച്ചണിൽ പോയിട്ടൊരു 11 പച്ചമുളക് എടുത്തുകൊണ്ടാണ്. എന്നിട്ട് അയാൾക്ക് കൊടുത്തിട്ട് അയാളോട് പറഞ്ഞ്, പോത്തിൻ്റെ എല്ലാം ചന്തിക്ക് നല്ലോണം തേച്ച് കൊടുക്ക്. നേരം പറഞ്ഞ്, ഇത് 11 എണ്ണം ഉണ്ടല്ലോ, 10 പോത്തുള്ളത്, ഒന്ന് നിനക്കും തെച്ചോ എന്ന് പറഞ്ഞ പോലെയാണ്. നമ്മൾ പറയൂ പണിയില്ല, പൈസയില്ല, കഷ്ടപ്പാടാണ്, അതാണ് ഇതാണ്. അള്ളാൻ്റെ അടുത്ത് എല്ലാവർക്കും കഷ്ടപ്പാട് പറയാനേ സമയമുള്ളൂ. പടച്ചോൻ തന്ന നിഅമത്തിന് അൽഹംദുലില്ലാ എന്ന് പറയാൻ ആർക്കും സമയമില്ല. എല്ലാവർക്കും ഒറ്റ ഒരു പ്രശ്നമേ ഉള്ളൂ. എന്താന്ന് പറഞ്ഞാൽ വിഷമം തീർത്ത് താള്ള, കടം തീർത്ത് താള്ളാന്ന്. പടച്ചോനൊരാൾക്കും വിഷമം കൊടുത്തിട്ടില്ല കേട്ടാ. നമ്മളായിട്ട് അറിവില്ലായ്മ കൊണ്ട്, അതായത് കടലിലെ വെള്ളത്തിൻ്റെ അത്രയോളം അറിവ് ഈ ഭൂമിയിൽ അള്ള തന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അത് കണ്ടെത്താനുള്ള കഴിവ് നമുക്കില്ല എന്നുള്ളതാണ്. നമുക്കെല്ലാ നിഅമത്തും അള്ള പറഞ്ഞിട്ടില്ലേ, ബായി ഞാൻ തുറന്നു കൊടുത്തിട്ടുണ്ട്, അവനിക്ക് ഭക്ഷണവും ഞാൻ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. നമുക്ക് വേണ്ടുന്നതെല്ലാം അള്ള തന്നിന്. അത് കണ്ടെത്താനുള്ള കഴിവ് നമുക്കില്ല, അറിവില്ലായ്മ. കടലിലെത്ര അറിവ് ഈ ഭൂമിയിലുണ്ട് എന്ന് പറയുന്നു. അതിലൊരു കാക്ക കൊത്തിയെടുക്കുന്ന വെള്ളത്തിൻ്റെ അറിവ് പോലും നിങ്ങൾക്ക് ഇല്ല എന്ന് പറയുന്നു. അറിവ് ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷേ ഞങ്ങളത് അറിഞ്ഞെത്തുന്നില്ല എന്നുള്ളതാണ്. അങ്ങനത്തെ എല്ലാം കഥ. ഇന്ന് കുറേ പണിത്തിരക്കിലായിപ്പോയി, അതുകൊണ്ട് തലയിലൊന്നും ഉദിക്കുന്നില്ല. എന്താ പറയണ്ടത്, ബോറടിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിച്ചാളാ. സമോനി വേറെന്നാ അപ്പോൾ പറയാനുള്ള, വേറെന്നാ ഒന്നും പറയാനില്ല, അത്രേ ഉള്ളൂ പറയാൻ. ഓക്കെ, അസ്സലാമു അലൈക്കും.